നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ സർ, ഞാൻ കുറച്ചു മുമ്പ് സാറിന് ഇൻഫർമേഷൻ പാസ് ചെയ്ത ആളാ. ആളിന് പേരും അഡ്രസ്സും ഒന്നും ഇല്ലേ? സോറി സർ, നേരത്തെ കോള് പെട്ടെന്ന് കട്ടായി. അതാ. എൻ്റെ പേര് ഹർഷ. ഞാൻ സുശീലാൻ്റിയുടെ കസിന്. ഓക്കെ, നിങ്ങൾ തന്ന ഇൻഫർമേഷൻ ശരിയായിരുന്നു. അനുപമയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ അവരെ കസ്റ്റഡിയിലെടുത്തു. ആണോ? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ സർ. അപ്പോ അനുപമയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ നിയമ നടപടികൾ തുടങ്ങിക്കാണുമല്ലേ സർ? ആ അതെ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ദ്രൻ ഇപ്പോഴും കുറ്റം ഏറ്റെടുത്തുകൊണ്ടുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുക. ഇന്ദ്രൻ യഥാർത്ഥ പ്രതിക്കെതിരെ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കോടതി അനുപമയ്ക്ക് ജാമ്യം കൊടുക്കാൻ ഇടയുണ്ട്. കംപ്ലൈന്റ് ഇനി കിട്ടിയാലും പോരെ സർ? ഇന്ദ്രൻ നിരപരാധിയാ. അവൻ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയാ കുറ്റം ഏറ്റെടുക്കുന്നത്. യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടുന്ന സർ. ഇന്ദ്രന്റെ വീട്ടിലുള്ള ആരെങ്കിലും അനുപമയ്ക്കെതിരെ പരാതി തരുമോ? എങ്കിലേ അത് വെച്ച് എഫ്ഐആർ ഇടാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് അവർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകണം. അത് പറ്റില്ല സർ. ഇന്ദ്രന്റെ അമ്മ പരാതി നൽകാൻ തയ്യാറാ. പക്ഷെ അവരൊക്കെ അവിടെ ഉള്ളപ്പോ ആന്റിക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റില്ല. കംപ്ലൈന്റ് മെയിൽ ചെയ്താൽ മതിയോ സർ? അതിനവർക്ക് മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടോ? ആന്റിക്ക് മെയിൽ ഐ ഡി ഇല്ല. എന്റെ മെയിൽ ഐ ഡി അയച്ചാ പോരെ സർ? അങ്ങനെയാണെങ്കിൽ അവരുടെ കൈകൊണ്ട് എഴുതി സൈൻ ചെയ്ത് ഒരു റിട്ടേൺ കംപ്ലൈന്റ് മെയിലിൽ അറ്റാച്ച് ചെയ്യണം. ശരി സർ, അത് ചെയ്യാം. സുശീലാൻറ്റി എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പം തന്നെ ചെയ്യാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറാ മെയിൽ ഐ ഡി ഒന്ന് അയച്ചു തന്നാ. ഓക്കെ, അത് ഞാൻ അയച്ചേക്കാം. എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കിക്കും. ഷുവർ സർ, താങ്ക് യു. ഓക്കെ. എന്താ അല്ല, ഞാൻ പരാതി കൊടുക്കണമെന്നാണോ പറയുന്നത്? അതെ ആന്റി, ആന്റി പരാതി കൊടുക്ക്. ഇല്ലെങ്കിൽ അനുപമ രക്ഷപ്പെടും. ഇന്ദ്രൻ പ്രതിയാവുകയും ചെയ്യും. അത് വേണം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പരാതി എഴുതി കൊടുക്കാം. എങ്കിലേ ആ ടേബിളിനകത്ത് പേപ്പറും പേനയുണ്ട്, ആന്റി പോയി എടുത്തിട്ടോ. പരാതിയിൽ എന്തെഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡാ ഒരു മിനിറ്റ് വിനയ, ഒന്ന് പോസി. വിനയ, കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്തേ. അമ്മ വരുന്നത് തുടക്കം മുതലൊന്ന് കാണിച്ചേ.
ഇതായിരിക്കും ആ ഗ്യാസ് ലീക്കായ സംഭവം അല്ലേ? അതെ, ഇതൊന്നും കോപ്പി ചെയ്യേണ്ടി വരും. അത് കോപ്പി ആയിക്കൊണ്ടിരിക്കുക. ആ അതെ, നമുക്കിപ്പോ വേണ്ടത് ഫുഡ് പോയ്സൺ ഉണ്ടായതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ? ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ആയല്ലോ, ഒരു വിവരം ആരും ഒന്നും പറയുന്നില്ല. ഡോക്ടർ അകത്തുണ്ടല്ലോ അമ്പിളി, അവര് നോക്കിക്കോളൂന്ന് കരുതി സമാധാനിക്കാനല്ലേ നമുക്ക് പറ്റൂ. സാധാരണ പ്രസവിക്കാറായെന്ന് തോന്നുമ്പോഴേ ലേബർ റൂമിലേക്ക് കയറ്റുന്നത്. എന്താവും ദൈവമേ, എന്തായിരിക്കും ഇത്രയും താമസിക്കുന്നേ? അത്രയധികം സമയമൊന്നും ആയിട്ടില്ല. നീ നമ്മുടെ ടെൻഷൻ കൊണ്ട് തോന്നുന്നതാ. അതെ, ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന്റെ കരച്ചില് കേൾക്കാനുള്ളൊരു കാത്തിരിപ്പും പുതിയൊരു യുഗം പിറക്കാനുള്ള കാത്തിരിപ്പും ഒരുപോലെ തന്നെയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ചീരു പ്രസവിച്ചോ? ധൃതി വെക്കല്ലേ. ചീരുവിന്റെ കേസില് നോർമൽ ഡെലിവറി റിസ്ക് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അയ്യോ, എന്താ ഡോക്ടർ, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്ലഡ് പ്രഷർ നോർമൽ ആവുന്നില്ല. പെയിൻ കൂടുന്തോറും ഹൈ BP പോയിക്കൊണ്ടിരിക്കുക. അത് നോർമൽ ഡെലിവറിയില് അമ്മയ്ക്ക് അപകടം ഉണ്ടാക്കും. അയ്യോ, ആന്റി, അച്ഛാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് BP കൺട്രോൾ ചെയ്ത് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം പറയണം മാഷെ. ഇനിയിപ്പോ തീരുമാനിക്കാനൊന്നുമില്ല ഡോക്ടർ. ഡോക്ടർക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തോളൂ. ഞങ്ങൾക്ക് സമ്മത. ലതികയും ലംബോദരൻ എന്തു പറയുന്നു? അതെ മാഷെ, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരപകടം വരാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ചീരുവിനെ ഉടനെ തിയേറ്ററിലേക്ക് മാറ്റാം. ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്റർ ഒന്ന് പറയും. വരൂ. ഈ വിനയൻ സിസേറിയൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടുന്ന് പോയത്? അതൊന്നും നടപ്പാവുന്ന കാര്യമല്ല. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? അതല്ലെങ്കിലും ഡോക്ടർ പറയുന്നതിനപ്പുറം വേറൊന്നുണ്ടോ മാഷെ? അവൻ അങ്ങനെയൊക്കെ പറയും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതെ അച്ഛാ, ഇതുവരെ ചിരുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കിയത്. ഇപ്പൊ പിന്നെന്താ, അച്ഛൻ രഘുവേട്ടനെ വിളിച്ച് സിസേറിയനുള്ള പണം റെഡിയാക്കി വെക്കാൻ പറ. ചീരുവിന്റെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഈ കൺസേൺ ഒന്ന് സൈൻ ചെയ്തു തരണം. അച്ഛനായ ഞാൻ തന്നെ സൈൻ ചെയ്താൽ മതി സർ. ഇവിടെ ഇവിടെ. പിന്നെ സിസേറിയന് മുമ്പ് ഒരു 1 lakh അഡ്വാൻസ് അടച്ചിട്ട് റെസിപ്റ്റ് നഴ്സിംഗ് റൂമിൽ കൊണ്ടുതരണം. ഓ ശരി.